വീണ്ടും മറ്റൊരു മമ്മൂക്ക സിനിമയെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. മമ്മൂക്കയെ കുറിച്ച് എന്താണ് ഇത്രയധികം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ചേ കൂടുതൽ പറയാനുള്ളൂ. വരാനിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒട്ടനവധി സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് വരാനിരിക്കുന്നത്. 2025 ബറോസിന്റെ ഒപ്പം തന്നെ റിലീസാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമ വരാനിരിക്കുന്നുണ്ട്. നമുക്കറിയാം ആ ചിത്രം ബസൂക്കയാണ്. മാത്രമല്ല നമുക്കറിയാവുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ ഒരു ഹ്യൂമർ കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂഡിൽ വരാവുന്ന ഒരു സിനിമ. ആ സിനിമയും വരാനിരിക്കുകയാണ്. ഇതൊന്നും പോരാനിട്ട് അദ്ദേഹത്തിന്റെ ഒട്ടനവധി സിനിമകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. അദ്ദേഹം കമ്മിറ്റഡ് ആയിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതാ ഒരു സിനിമ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിലും നമുക്കറിഞ്ഞ സോഴ്സുകളിൽ നിന്ന് അത് കൃത്യം തന്നെയാണ്. ഹനീഫ് അദേനിയുടെ ഏറ്റവും പുതിയ ചിത്രം നായകൻ മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിലെ നായകനായ മമ്മൂക്ക തന്നെയാണ്. ഹനീഫ് അദേനി ആകട്ടെ ഇപ്പോൾ പാൻ ഇന്ത്യൻ റീച്ചുള്ള സംവിധായകനായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദൻ എന്ന താരതമ്യേന കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു താരത്തെ ഒരു സൂപ്പർ താര ലെവലിലേക്കൊക്കെ ഉയർത്തുന്ന തരത്തിൽ ഒരു സിനിമ എടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ അതും ഒരു ശരാശരി ഒരു സിനിമ എന്ന് പറയാൻ തന്നെ പറ്റും. എന്നാൽ അതിനേക്കാൾ ഉപരി അതിന്റെ വയലൻസും ആക്ഷൻ മേക്കിങ്ങും ആ മേക്കിംഗ് കൊണ്ട് തിരക്കഥയുടെ പോരായ്മകളെ കവച്ചു വെച്ചുകൊണ്ട് മാർക്കോയെ ഒരു ബ്ലോക്ക് ബസ്റ്ററും ക്രിസ്മസ് വിന്നറും ഒപ്പം തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്ന ഒരു സൂപ്പർ സിനിമയുമാക്കി മാറ്റിയതിന് അദ്ദേഹത്തിന് മികച്ചൊരു പങ്കുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ ഇനി വരാനിരിക്കുന്ന മലയാള സിനിമയുടെ ഒരു ലാൻഡ് മാർക്കും ബെഞ്ച് മാർക്കും ഒക്കെ ആയി മാറുകയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും വലിയ വിജയ ചിത്രമായി സിനിമ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. 100 കോടി എന്നുള്ള മാന്ത്രിക സംഖ്യയിലേക്ക് ഇനി അധിക സമയമൊന്നും വേണ്ട. കാരണം ഇപ്പോൾ ഇറങ്ങിയ എല്ലാ സിനിമകളെക്കാൾ മുമ്പിൽ നിൽക്കുന്നത് മാർക്കോ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് മാർക്കോ കഴിഞ്ഞ ഏത് സിനിമയായിരിക്കും ഹനീഫ് അദേനി കമ്മിറ്റഡ് ആവുക എന്ന് കാത്തിരിക്കുകയായിരുന്നു. ഇനി ഒരു ഉണ്ണിമുകുന്ദൻ സിനിമയായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. അതോ നിവിൻ പോളി ചിത്രമായിരിക്കുമോ എന്ന്. എന്നാൽ ഇതൊന്നുമല്ല, വരാനിരിക്കുന്നത് മമ്മൂക്കയോടൊപ്പമാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അതും ഒരു കിടിലൻ ആക്ഷൻ എന്റർടൈനർ ആയിട്ട് തന്നെയാണ് ഒരുക്കുന്നത് എന്ന് പറയുന്നു. എന്തായാലും മമ്മൂക്കയെ കൊണ്ട് മികച്ച രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാൻ സാധിക്കുമെന്ന് ടർബോ എന്ന ചിത്രത്തിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് ആ പ്രായത്തിനൊത്ത രീതിയിലുള്ള മികച്ച ആക്ഷൻ സീക്വൻസുകൾ തയ്യാറാക്കുകയാണെങ്കിൽ അദ്ദേഹം അതിനെ കമ്മിറ്റഡ് ആവും. ചിത്രം ഒരു ഗംഭീര വിജയമായി മാറുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രായത്തിനൊത്തുള്ള ആക്ഷൻ രംഗങ്ങളും അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ചുകൊണ്ടും അദ്ദേഹം ഇപ്പോൾ എടുക്കുന്ന റിസ്കുകളും നോക്കുമ്പോൾ അത് അസംഭവ്യമായ ഒരു കാര്യമല്ല. ഒരു ആക്ഷൻ സിനിമ തന്നെ അദ്ദേഹത്തിൽ നിന്ന് വരും. മികച്ച അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു കിടിലൻ സിനിമ തന്നെ മമ്മൂക്കയും ഹനീഫ് അദേനിയും കൂടി നമുക്ക് ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കാം. ഹനീഫ് അദേനിക്ക് ഈ മാർക്കോ എന്ന വിജയത്തിൽ നിന്ന് വലിയ വിജയത്തിലേക്ക് നടന്നു കയറാൻ ആ സിനിമ വഴി സാധിക്കട്ടെ.